ഹലോ. ഈ നിപ്പ എന്ന് പറയുന്ന സാധനം ഇപ്പൊ പിന്നെയും വന്നിരിക്കുകയാണല്ലോ അല്ലേ? അപ്പൊ ഈ അസുഖത്തിനെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒന്ന് ഓർമ്മ പുതുക്കുകയാണെങ്കിൽ 2018 നമുക്ക് വലിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി അല്ലേ? അതിനെ തുടർന്നാണ് വൈറസ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ പിന്നെ അതിനെ പറ്റിയൊക്കെയാണ് വന്നത്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് അത്ര ലൈറ്റ് ആയിട്ട് എടുക്കേണ്ട സാധനം നന്നായിരുന്നില്ല. ആക്ച്വലി ഏകദേശം 20ഓളം കേസുകൾ ഉണ്ടായി. കാരണം നമുക്കത് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് എന്താണെന്ന് മനസ്സിലാവാതെ വരുമ്പോഴാണ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. പക്ഷെ അപ്പം തന്നെ അത് കണ്ടെയ്ൻഡ് ആയിരുന്നു. പക്ഷേ ഒരു 20 കേസ് ഉണ്ടായി, 10-17 ഡെത്ത്സ് ഉണ്ടായി എന്ന് തോന്നുന്നു, മരണങ്ങളുണ്ടായി. അപ്പം അതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ നമ്മൾ നിപ്പയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 98 മലേഷ്യയിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. അപ്പം ഏകദേശം 300 പേര് മരിച്ചിട്ടുണ്ട്. പിന്നെ അതെന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ പിന്നെ ഫിലിപ്പീൻസിലും വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിലും, എസ്പെഷ്യലി ബംഗ്ലാദേശിൽ എല്ലാ കൊല്ലവും തന്നെ നിപ്പ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് കുറച്ച് കേസുകളെ ഉണ്ടാവാറുള്ളൂ. ആകെ കൂടെ എനിക്ക് തോന്നുന്നത് നിപ്പ കണ്ടുപിടിച്ചതിന് ശേഷം ഏകദേശം 200-300 ഡെത്ത്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2019-ലും 2021 വെറും ഓരോ കേസ് മാത്രം കണ്ടുപിടിച്ചു. നമ്മൾ ഈ ഓരോ കേസൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസീസ് കണ്ടുപിടിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം അത് എന്തൊക്കെയോ വെറുതെ ഒരു മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, ഏതോ ഒരു പനി, മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു പനി വന്ന ആൾക്കാർ മരിച്ചു, അങ്ങനെ നമ്മൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. പിന്നെ 2023-ലും ഇതേപോലെ തന്നെ കുറച്ച് കേസുകളുണ്ടായി, 5-6 കേസ് ഉണ്ടായി, 1-2 ഡെത്ത്സ് ഉണ്ടായി. അപ്പം ഇത് പൊതുവെ വലിയൊരു അപകടകാരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡീൽ ചെയ്ത് അത്ര വലിയ അപകടകാരി അല്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോഴും നിപ്പ ഒരു ഔട്ട് ബ്രേക്കിന്റെ ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് ഭയങ്കരമായി നമ്മൾ ഇതിനെ കൺസേൺഡ് ആവണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും കോണ്ടാക്ട് ട്രേസിങ്ങും കോണ്ടാക്ട് ഐസൊലേഷനും ചെയ്യണം മെയിനായിട്ട്. അതാണ് എപ്പിഡമിയോളജിയുടെ കാതലായ കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് നിപ്പ ഭയങ്കര മോർട്ടാലിറ്റി ഉള്ളതാണ്? 60 മുതൽ 70 മുതൽ 90% വരെയൊക്കെ മോർട്ടാലിറ്റി ഉള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? അപ്പം അങ്ങനെ ഒരു ഡിസീസിനെ നമ്മൾ പേടിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. പകർച്ചവ്യാധിയെ നോക്കൂ, ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രെഡാണ്. അതായത് ഒരു ആളിൽ നിന്ന് മറ്റേ ആളിലേക്ക് എത്ര പേരിലേക്ക് പടരുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് ഈ അസുഖം ഇവഞ്ച്വലി കിട്ടുമെന്നും എത്ര പേര് ടോട്ടലി മരിക്കാം എന്നുമുള്ളത് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കും നമ്മുടെ കോവിഡ് ഔട്ട് ബ്രേക്ക് ഒക്കെ. അപ്പം അന്ന് എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ഈ R0 എന്താണ്, R0 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിഡമിയോളജിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം എത്ര പേരിലേക്ക് ഒരാൾ ഓൺ ആൻ ആവറേജ് സ്പ്രെഡ് ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരാൾ 2 പേർക്ക് കൊടുത്തു, പിന്നെ ആ 2 പേർക്ക് പിന്നെ ഓരോ 2-3 പേർക്ക് കൊടുത്തു, പിന്നെയും ഓരോ ആൾക്കാരും 2-3 പേർക്ക് കൊടുത്തു. അങ്ങനെയാണല്ലോ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ അതിൻ്റെ ആ പേരാണ് ഒരാൾ എത്ര പേർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏകദേശം R0 എന്ന് പറയുന്ന കണക്ക്. അപ്പം നമുക്കറിയാം R0 <1 ആണെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഡൈ ഡൗൺ ചെയ്യും. അതേസമയം R0 കൂടുതലാണെങ്കിൽ അതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. വളരെയധികം R0 ഉള്ള അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് മീസിൽസ് ഒക്കെ. അതുകൊണ്ടാണ് മീസിൽസ് അത്ര ഭയങ്കര മൈൽഡ് ഡിസീസാണത്. പക്ഷെ അതിൻ്റെ R0 12-ഉം 18-ഉം ഒക്കെയാണ്. അതായത് മീസിൽസ് എപ്പിഡമിക് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടും. അപ്പം നാച്ചുറലി അത് വെറും 0.1% അതിനകത്തെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാലും വളരെയധികം കുട്ടികളെ അത് ബാധിക്കാം. അതുകൊണ്ടാണ് അത് അപകടകാരിയാവുന്നത്. ഉദാഹരണത്തിന് കോവിഡിന് 2-3 ആയിരുന്നു ആദ്യത്തെ R0. എന്നിട്ട് പോലും അത് ഭീകരമായി പടർന്നു, ഭീകരമായിട്ട് ഡെത്ത്സ് ഉണ്ടാക്കി. പക്ഷെ പിന്നീട് വന്ന ഒമൈക്രോൺ വേരിയന്റ് ഒക്കെ ആയപ്പോഴത്തേക്കും അതിന്റെ R0 ഭയങ്കരമായിട്ട് കൂടി. അതായത് 10 ആയിന്ന് തോന്നുന്നു, 8-10 ആണെന്ന് പറഞ്ഞിരുന്നത്. എക്സാക്ട്ലി നമുക്കറിയില്ല. പക്ഷെ അപ്പോഴത്തേക്കും ഈ കോവിഡ് എന്ന് പറയുന്ന സാധനത്തിന്റെ മോർട്ടാലിറ്റി, അതിന്റെ അപകടകരമായിട്ടുള്ള അതിന്റെ സ്വഭാവം വളരെ വളരെ കുറഞ്ഞു. ഇപ്പോഴും കോവിഡ് ഔട്ട് ബ്രേക്സ് നടക്കുന്നുണ്ട്. അതിന്റെ അപകടകരമായിട്ടുള്ള സംഭവം വളരെ കുറഞ്ഞു എന്നർത്ഥം. അപ്പൊ അതൊരു കമ്മ്യൂണിറ്റി മൊത്തം ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിലൂടെ സംഭവിക്കുന്നത് തന്നെയാണ്. അതിനെപ്പറ്റി അന്നൊക്കെ വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കുമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് നിപ്പ പോലെ കൂടുതൽ അപകടകരമായിട്ടുള്ള
സാധനങ്ങൾ പെട്ടെന്ന് അത്രയും പകരാത്തത്? അത് വളരെ ഒബ്വിയസ് ആണ്. അതായത് കോവിഡ് പോലെയുള്ള ഒരു സാധനമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ ഇൻഫ്ലുവൻസ, വൈറൽ പനി എന്നൊക്കെ പറയുന്ന സാധനമാണെങ്കിൽ ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ കിട്ടും. ആൾക്കാർ ഈ ഇൻഫെക്ഷൻ വെച്ച് ചെറിയ മൂക്കൊലിച്ചിൽ, ചുമ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി നടക്കും. അവർ ഭയങ്കര സിക്ക് ആവുന്നില്ല, ഭയങ്കരമായിട്ട് അവർക്ക് അസുഖം ആയിട്ട് കിടപ്പായി പോകുന്നില്ല. അപ്പം അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം നിപ്പ എന്ന് പറയുന്നത്, ഇപ്പം നിപ്പയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ സിക്കാവും, ഭയങ്കര അപകടകാരിയായ അസുഖമാണ്. പക്ഷേ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് വന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് സിക്കാവും, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ആവും, കിടപ്പായി പോയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം വൈറൽ ഷെഡിങ് വരുന്നത്. ആ സമയത്ത് മാത്രമേ ഇത് പകരുള്ളൂ. പക്ഷെ ആ സമയത്ത് ആ പേഷ്യൻറ്റിനെ നോക്കുന്ന ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലേ? അല്ലാണ്ട് കമ്മ്യൂണിറ്റിയിലേക്ക് അത് പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കൾ, സ്ഥിരമായി കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഹെൽത്ത് വർക്കേഴ്സ്, നേഴ്സുമാർ, ഡോക്ടർമാർ, ഇവർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കോണ്ടാക്ട് ട്രേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പക്ഷെ ജനറലായിട്ടുള്ള ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റും ഒന്നും അധികം ആവശ്യം വരാത്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം ചെറുതായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലായില്ല. ഇപ്പം എബോള എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ടല്ലോ ആഫ്രിക്കയിൽ, അതും ഏകദേശം നിപ്പ പോലെ തന്നെയാണ് ഇപ്പോൾ. അതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി കുറവാണ്, പക്ഷെ വളരെ അപകടകരമാണ്. പക്ഷെ അതിൻ്റെ ട്രാൻസ്മിസിബിലിറ്റി കുറച്ച് കൂടി വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ അതൊരു എപ്പിഡമിക് ആയിട്ട് തന്നെ അവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. അത് കുറേ കൊല്ലങ്ങളായി, 10-20 കൊല്ലമായി ചെറിയ ഔട്ട് ബ്രേക്സ്. അപ്പോൾ ഓരോ ഔട്ട് ബ്രേക്സും വളരെ സ്ലോ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു കൊല്ലമൊക്കെ നിന്ന് ഔട്ട് ബ്രേക്സ് ഉണ്ടായിരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അതിൻ്റെ എല്ലാ സ്ട്രെയിനിനും വാക്സിൻ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് പക്ഷെ WHO ട്രംപ് പിന്മാറി. നമ്മുടെ ഇന്റർനാഷണൽ കോർപ്പറേഷനൊക്കെ വളരെ കുളമായി കിടക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ ഈ ലോകത്തിൻ്റെ ഈ സമയം. അപ്പോൾ വൺ റീസൺ ഈ ലോകത്തിൽ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ബിറ്റ്വീൻ നേഷൻസ് വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഒത്തിരി നമുക്ക് ഇതേപോലത്തെ കോമൺ ത്രെറ്റ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ജിമ്മി മാത്യു എന്നാണ്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.